ഇതൊരു വെറൈറ്റി സാരിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ സിൽക്കി കോട്ടയുടെ ആ മെറ്റീരിയലില്ലേ, അതിനോടൊക്കെ സാമ്യമുള്ള റോജ സിൽക്ക് എന്നാണ് ഈ സാരി പറയുക. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് വരുന്നത്. ഇതിലൊരു കട്ട് വർക്ക് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. വളരെ സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഭംഗിയായിട്ട് വെയർ ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഒരു പാർട്ടി വെയർ ആയിട്ടോ ഇനിയിപ്പം ഡെയിലി ആയാലും യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്തൊരു നല്ലൊരു മെറ്റീരിയലാട്ടോ ഇതിൻ്റെ വർക്കുകൾ വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റ്സ് ഒക്കെ കണ്ടില്ലേ, ലോവർ പോർഷനിലും കംപ്ലീറ്റ് ആയിട്ടും ആ ഡിസൈൻ വരുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. പല്ലുവിലും സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ. കണ്ടോ, കോൺട്രാസ്റ്റായിട്ട് ഇപ്പോൾ ഏതൊരു കളറിനായാലും അതിന് കോൺട്രാസ്റ്റായിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും. ഇതിൻ്റെ പല്ലു പോർഷനിൽ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേഡായിട്ടും ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ ഭാഗം വരെ ഇവിടം വരെ വരുന്നുണ്ട്. പിന്നെ ഹാഫായിട്ട് ഇങ്ങനെ ഹാഫായിട്ടാണ് ആ എംബ്രോയ്ഡറി വർക്കുകൾ വരിക. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നത്. ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ്. അതെല്ലാം എംബ്രോയ്ഡറി വർക്കും കൂടെ കോൺട്രാസ്റ്റായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ കൂടുതലും ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്കുണ്ട്. ആ കട്ട് വർക്ക് എല്ലാത്തിൻ്റെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ എംബ്രോയ്ഡറി വർക്കും വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ബോഡി പാർട്ടിലും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നുമുണ്ട്. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നമുക്കിത് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു സാരിയാണ്. അതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ഇങ്ങനെ വരുന്നു. ഇത് പല്ലു പോർഷൻ സ്കാറ്റേഡായിട്ടും വരുന്നുണ്ട്. അതുപോലെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഭംഗിയായിട്ട് തന്നെ ഈ ഡിസൈൻസ് വരുന്നത്. ഡാർക്ക് പീച്ച് ഷെയ്ഡാട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സ്കൈ ബ്ലൂ അങ്ങനെയുള്ള ഷെയ്ഡ്സിലാണ് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ തന്നെ വരും. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കി നല്ല പെർഫെക്ഷനോടെ ഒരു നൂല് പൊങ്ങിയേക്കോ അങ്ങനെയൊന്നുമില്ല. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതൊരു ചെറുപയർ വച്ച ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കുകൾ എല്ലാം സെയിം ഡിസൈൻ തന്നെയാട്ടോ വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഓരോ കളറിനും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയുള്ളത് വരുന്നു. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. സ്കാറ്റേഡായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക.